കല്യാണ വീട്ടിൽ കാനാവിൽ വെള്ളം കൊണ്ട് വീഞ്ഞുണ്ടാക്കിയ കർത്താവ് ദൈവാലയത്തിൽ കയറുകൊണ്ട് ചാട്ട ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നു. വീഞ്ഞു കുടിച്ച് മതോമത്തനായവനെ, വീഞ്ഞു കുടിച്ച് അവിടുത്തെ അത്ഭുതങ്ങളിൽ ആനന്ദിച്ച് നിൽക്കുന്നവനെ ചാട്ടയൊന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തെ ആസ്പദീകരിച്ചുകൊണ്ടാണ് ദൈവവചനം ധ്യാനിച്ച് തുടങ്ങിയത്. അതിൻ്റെ ആദ്യ ഭാഗം എന്ന നിലയിൽ അത്ഭുതങ്ങളെ അടയാളങ്ങളായി കണ്ട ആ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ വേറിട്ട വ്യത്യസ്ത തലങ്ങളെ പരാമർശിച്ചുകൊണ്ട് നമുക്കാവശ്യമായ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ ഗൗരവമേറിയ ചില പ്രബോധനങ്ങൾ, ഉപദേശങ്ങൾ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചു. ഇന്ന് രാത്രി ആ അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടന്നു വരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ 2-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ധ്യാനിച്ച അതിപ്രധാനമായ ഭാഗമാണ് വിടുതലുകളെ നമ്മുടെ കാര്യസാധ്യങ്ങളായി കണ്ട് അതിനെ നാമും നമ്മുടെ ജീവിതവുമായി മാത്രം അതിനെ ഒതുക്കി വിടാതെ അതിൽ ദൈവം എന്താഗ്രഹിക്കുന്നു അതിനെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ പദ്ധതികളെ പൂർത്തീകരിക്കുന്നവരായി നമുക്ക് മാറാം. 10 കുഷ്ഠരോഗികളിൽ 9 പേരെ പോലെ കരഞ്ഞു വാങ്ങിച്ച അത്ഭുതങ്ങളുമായി, കരഞ്ഞു വാങ്ങിച്ച വിടുതലുകളുമായി നാം നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിയാതെ കർത്താവിലേക്ക് വന്ന് അർപ്പിക്കപ്പെടുന്നവരായി നമുക്ക് മാറാം. ഇന്ന് രാത്രിയിലും ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ എന്നും ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തെ നയിക്കേണ്ടുന്നത്, നമ്മുടെ വിശ്വാസ ജീവിതത്തെ കരം പിടിക്കേണ്ടുന്നത് തികഞ്ഞ ദൈവാശ്രയമായിരിക്കണം. ലാഭനഷ്ടങ്ങളൊക്കെ വന്നു ചേരാം. പക്ഷേ നമ്മൾ പാടിയതുപോലെ നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ ഇവിടുത്തെ ലാഭനഷ്ടങ്ങളെക്കാളൊക്കെ അപ്പുറത്ത് പറന്നുയരാനുള്ള ആ വാഞ്ച നമുക്ക് ഉണ്ടാകണം. ഒരു മിസൈല് പാഞ്ഞപ്പോൾ ഇത്രയും ഭീകാരമായ ശബ്ദമാണെങ്കിൽ, ഇത്രയും സംഭവ വികാസങ്ങളുടെ നടകൊള്ളുന്നെങ്കിൽ അരുമനാഥന്റെ വരവ് എത്ര അധികമാണ് എന്ന് ആരും മറന്നു പോകരുത്. ഗൗരവത്തോടെ നമുക്ക് അവന്റെ വരവിനായി ഒരുങ്ങാം. നമുക്ക് ഈ 2-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് ഇന്ന് രാത്രി കടന്നു വരേണ്ടത് ആവശ്യമാണല്ലോ. ഈ 2-ാം അധ്യായത്തെ പ്രധാനമായി നമുക്ക് 2 ഭാഗമായിട്ട് തരംതിരിക്കാം. പലപ്പോഴും നമ്മൾ ദൈവവചനത്തെ പഠിക്കുമ്പോൾ ദൈവവചനത്തോട് നമ്മൾ സമീപിക്കുന്ന ഒരു മെത്തേഡ് നമുക്ക് സൗകര്യമുള്ള വശങ്ങളുടെ, നമുക്ക് സൗകര്യമുള്ള കാര്യങ്ങളുടെ, ചരിത്രങ്ങളുടെ, വാക്യങ്ങളുടെ, സംഭവങ്ങളുടെ വായനക്കാരാണ്. നമുക്കിഷ്ടമുള്ള ഭാഗം വരെ വായിക്കും, അവിടെ ആമേൻ പറയും. നമുക്കിഷ്ടമുള്ള വാക്യം വരെ വായിക്കും, അവിടെ സ്തോത്രം പറയും. പക്ഷേ ദൈവമക്കളെ, നമുക്കിഷ്ടമുള്ള ഭാഗങ്ങളെ മാത്രം വായിച്ച് അവസാനിപ്പിക്കരുത്. ഈ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കല്യാണ വീടാണ്. കാരണം അതാണ് ഹിറ്റായിട്ടുള്ളത്. എല്ലാവർക്കും പ്രിയപ്പെടുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഭാഗം അതാണ്. അതാണ് എല്ലാവരും ആവേശം കൊള്ളിക്കുന്ന ഒരു ഭാഗം, 2-ാം അധ്യായം ആദ്യ ഭാഗം. എന്നാൽ ഈ 2-ാം അധ്യായത്തിലെ കൃത്യമായ വശങ്ങളെ മനസ്സിലാകണമെങ്കിൽ അതിന്റെ തുടർവായനയിലേക്കും കൂടെ നമ്മൾ വരണം. ആ 2-ാം അധ്യായം പൂർണ്ണമായി വായിക്കുമ്പോഴാണ് നമുക്കൊന്നുകൂടെ വ്യക്തമായി. ഞാൻ ഇന്നലെ ഒരു ആമുഖം പറഞ്ഞിരുന്നല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ, ആ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ ആദ്യോടന്തം എന്ത് നടക്കണം എന്നുള്ളതിൻ്റെ അതിനെ മനസ്സിലാക്കി തരുന്ന ഒരു തുറമുഖമാണ് ഈ 2-ാം അധ്യായം. അത് കല്യാണ വീട് മാത്രമല്ല, തുടർന്നുള്ള വായനയും അത് നമ്മെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. ഞാൻ ദൈവവചനം പഠിക്കുന്നവരോട്, ദൈവവചനവുമായി അഭേദ്യമായ ബന്ധമുള്ള ദൈവമക്കളോടൊരു കാര്യം പറയാം. നാം ദൈവവചനം പഠിക്കേണ്ടുന്നത് മനുഷ്യവീക്ഷണത്തിലാകരുത്, ദൈവവീക്ഷണത്തിലാകണം.
മനുഷ്യവീക്ഷണത്തിൽ പഠിക്കുന്നിടത്താണ് ഈ ആവേശങ്ങളൊക്കെ ഉരുത്തിരിയുന്നത്. മുമ്പോട്ടുള്ള വചനധ്യാനങ്ങളിലൊക്കെ നമുക്ക് ആ ഭാഗത്തെ ഒന്നുകൂടെ വിശദമായി ഓർമ്മപ്പെടുത്താം. ദൈവമക്കളെ, തിരുവെഴുത്തുകളെ ധ്യാനിക്കേണ്ടുന്നത് മനുഷ്യവീക്ഷണത്തിലാകരുത്. നമ്മൾ ഇന്നലെ പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായമൊക്കെ മനുഷ്യവീക്ഷണത്തിൽ വായിച്ച ചങ്ങല പൊട്ടിയതും ബന്ധനം അഴിഞ്ഞതും അടിസ്ഥാനം ഇളകിയതൊക്കെ ഭയങ്കര സംഭവമായിട്ട് തോന്നുമെങ്കിലും ദൈവവീക്ഷണത്തിൽ വായിക്കുമ്പോഴാണ് അകത്തിട്ടവന്റെ മാനസാന്തരവും അവിടെ സുവിശേഷത്തിന്റെ വാതില് തുറന്നതും പ്രതിസന്ധിയിൽ തളർന്നു പോകരുത് എന്നുള്ള പാഠമൊക്കെ നമുക്ക് ആ ദൈവവീക്ഷണത്തിലെ വായനയിലാണ് കിട്ടുന്നത്. നിങ്ങൾ ഒരു വാക്യമേ വായിച്ചുള്ളൂ, ഒരു അധ്യായമേ വായിച്ചുള്ളൂ, ഒരു തവണയെ വായിച്ചുള്ളൂ. തിരുവെഴുത്തിനോട് ഒരു മിനിറ്റെങ്കിലും സമീപിക്കുമ്പോൾ മനുഷ്യവീക്ഷണത്തിലാകരുത്, ദൈവവീക്ഷണത്തെ ഗ്രഹിക്കാനുള്ള വാഞ്ചയോടെ വേണം ദൈവവചനത്തോട് ചേർന്ന് വരാൻ. സ്വതന്ത്രം. നമുക്ക് ഈ 2-ാം അധ്യായത്തിലേക്ക് വരാം. ഈ 2-ാം അധ്യായം 2 പ്രധാന സംഭവങ്ങളാൽ അലങ്കൃതമാണ്. 2 പ്രധാന സംഭവങ്ങൾ. ഒന്ന് കല്യാണ വീടാണ്, 2 ദൈവാലയമാണ്. നമുക്ക് ആദ്യ ഭാഗത്തേക്ക് വരാം, കല്യാണ വീട്ടിലേക്ക് വരാം. നമുക്ക് അങ്ങനാണല്ലോ, ആരാധനയ്ക്ക് പോകുന്നതിനേക്കാളിൽ ആനന്ദമാണ് വിവാഹത്തിന് പോകുന്നത്. ആലയത്തിൽ പോകുന്നതിനേക്കാളിൽ ആനന്ദമാണ് വിവാഹവേദിയിൽ പോകുന്നത്. ഞായറാഴ്ച സഭായോഗത്തിന് കണ്ട ആളെ തിങ്കളാഴ്ച ഒരു കല്യാണത്തിന് കണ്ടാൽ നമുക്ക് മനസ്സിലാവുകയില്ല. കാരണം ഞായറാഴ്ചത്തെ ഷെയ്പ്പല്ല തിങ്കളാഴ്ച. അവിടെ അത്യാവശ്യമൊക്കെ മൂടിയോടുകൂടെ ഒന്ന് കടന്നു വരാറുണ്ട്. അതിനൊന്നും ഞാൻ തെറ്റു പറയല്ല, ഞാൻ അതിനെ വിമർശിക്കാനുമല്ല പറഞ്ഞത്. എങ്കിലും നമുക്കെല്ലാം ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമാണ് കല്യാണ വീട്. ഞാനും ആ മുറ തെറ്റിക്കുന്നില്ല. നമുക്ക് ആരംഭത്തിൽ കല്യാണ വീട്ടിലേക്ക് നിന്ന് തുടങ്ങാം. കല്യാണ വീട്ടിൽ നിന്ന് തുടങ്ങാം. കല്യാണ വീട്ടിലേക്ക് നോക്കാം. ഇവിടെ കല്യാണ വീട്ടിൽ നടക്കുന്ന അത്ഭുതങ്ങൾ നമുക്കറിയാം. യേശുവിന്റെ അമ്മ യേശുവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് ആ വീട്ടിലെ പോരായ്മ പറയുകയാണ്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാനവിടെ ഓരോ വാക്യങ്ങളെയും വായിപ്പിക്കാതെ മുന്നോട്ട് പോകുന്നതിന്റെ കാരണം നമുക്കെല്ലാവർക്കും മനപ്പാടമാണ്. തിരുവെഴുത്തുകൾ നമ്മളുമായിട്ടുള്ളൊരു ബന്ധത്തിന്റെ മറ്റൊരു രീതി പറയാം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു ദൈവവീക്ഷണവും മനുഷ്യവീക്ഷണവും. ഇപ്പോൾ വായിച്ചു വന്നപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും ബൈബിളിലെ സംഭവങ്ങളെ വായിച്ചറിയുകയല്ല ചെയ്തിട്ടുള്ളത്, കേട്ടറിവാണ്. നമുക്ക് വായിച്ചറിവിനേക്കാൾ കേട്ടറിവാണ് അധികവും. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത് വായിച്ചറിവിനേക്കാൾ നമുക്ക് നല്ലത് കേട്ടറിവാണ്. കാരണം ആ സംഭവങ്ങൾ നമ്മൾ ആ സൺഡേ സ്കൂൾ കാലം മുതലേ കേട്ട് തിരുവെഴുത്തുകൾ, ആ കാരാഗ്രഹത്തിലെ വിടുതൽ, പത്രോസിന്റെ വിടുതൽ വായിച്ചറിവല്ല, കേട്ടറിവാണ്. പിന്നെ നമ്മളതിന് ഭാഗമായി വായിക്കുമെങ്കിലും കേട്ടത് ഹൃദയത്തിൽ കിടക്കുമ്പോൾ അതാണ് പലപ്പോഴും നമ്മുടെ തുടർന്നുള്ള വായനയിൽ നമ്മളെയും സ്വാധീനിക്കുന്നത്. നമുക്കെല്ലാം ഒരുപാട് കാലങ്ങളായി യോഗങ്ങളിൽ, കല്യാണ വീടുകളിൽ, കല്യാണ സദസ്സുകളിൽ, വേദികളിലൊക്കെ ഒത്തിരി കേട്ട് പ്രസംഗിച്ച് പരിചയിച്ചിട്ടുള്ള ഭാഗമായതുകൊണ്ട് പരിചയമുള്ള പല പദങ്ങളെയും ഞാൻ ആവർത്തിക്കാതെ അവിടുത്തെ പ്രധാന സംഭവങ്ങൾ മാത്രം ഓർമ്മിപ്പിച്ച് സന്ദേശത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കല്യാണ വീടും നാളെ മന്ദിരം, ആലയം എന്ന നിലയിലേക്കല്ല നമുക്ക് ഇന്ന് ആ 2 ഭാഗവും, പ്രധാനമായ 2 ഭാഗവും ഒരുമിച്ച് പറഞ്ഞു വേണം അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് നമുക്ക് ആദ്യമായി കല്യാണ വീട്ടിലേക്ക് നോക്കാം. ഈ കല്യാണ വീട് നമുക്ക് നൽകുന്ന പാഠം എന്താണ്? കല്യാണ വീട് നമുക്ക് നൽകുന്ന പാഠം യേശുക്രിസ്തുവിലുള്ള തികഞ്ഞ ആശ്രയമാണ് നമ്മളിവിടെ കണ്ടത്. യേശുക്രിസ്തുവിലുള്ള തികഞ്ഞ ആശ്രയം. ഒരു വീടിന്റെ മുഴുവൻ വേദനയും താൻ പോറ്റി വളർത്തിയ മറിയ താൻ സ്നേഹിച്ചും താലോലിച്ചും വളർത്തിയ ഒരുവന്റെ മുമ്പിലേക്ക് അവന്റെ വിളിയും അവനിലുള്ള പദവിയും നിയോഗങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം മറിയ അവന്റെ അടുക്കൽ വന്ന് ആ വീട്ടിലെ വേദന പറയുകയാണ്. സ്തോത്രം. ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രഭാഗമാണ്. കർത്താവിന്റെ മുമ്പിൽ വന്ന ഒരു കേസും തന്നേക്കാൾ മേൽത്തരമായ, തന്നേക്കാൾ മികച്ച
മറ്റൊന്നിലേക്ക്, മറ്റൊരാളിലേക്ക്, മറ്റൊരിടത്തേക്ക് യേശു കർത്താവ് റെഫർ ചെയ്തിട്ടില്ല. സോദരം, ഹല്ലേലൂയ. പനിക്ക് ഞാൻ പ്രാർത്ഥിക്കാം, ക്യാൻസർ ഇവിടെ പറ്റില്ല എന്ന് കർത്താവ് പറഞ്ഞില്ല. ജ്വരം മുതൽ മരണം വരെ ക്രിസ്തുയേശുവിന്റെ മുമ്പിലെത്തിയ സകല വിഷയങ്ങൾക്കും കൃത്യമായ മറുപടി, കൃത്യമായ വിടുതൽ കർത്താവ് നൽകിക്കൊടുക്കുകയുണ്ടായി. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതൊന്നും വൃഥാവല്ല. തികഞ്ഞ ദൈവാശ്രയം, തികഞ്ഞ ദൈവാശ്രയം തക്കതായ കരുതലുകളെ, ദൈവത്തിന് നമ്മളോട് മനസ്സലിയുന്ന വിടുതലുകളെ നമ്മിൽ നൽകി തരിക തന്നെ ചെയ്യും. സ്തോത്രം. അത് ഏറ്റെടുക്കുകയും അനുഭവിക്കുന്ന ദൈവമക്കൾക്കൊക്കെയായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. ഞാൻ എപ്പോഴും എവിടെയും അനുഭവമായി പറയാറുള്ളൊരു ഭാഗമുണ്ട്. എൻ്റെ അമ്മയുടെ അമ്മ, അവരെല്ലാം ശുശ്രൂഷകരായിരുന്നു. എൻ്റെ അമ്മയുടെ അപ്പച്ചൻ ആ ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്തൊരു മനുഷ്യനാണ്. സോദരം, അമ്മച്ചിക്ക് ഒരു ക്യാൻസർ ഉണ്ടായി. എൻ്റെ അമ്മയുടെ ചെറുപ്രായത്തിൽ ഒരു ക്യാൻസർ ഉണ്ടായി. അവരുടെ പ്രാർത്ഥനയൊക്കെ നമ്മളെപ്പോലെ ഉള്ള പ്രാർത്ഥനാ വാചകങ്ങളൊന്നും ആയിരുന്നില്ല. സോദരം, ഒരു കർശനമായ ശബ്ദങ്ങളൊക്കെ അവർ പ്രാർത്ഥിക്കും. പഴയ പിതാക്കന്മാരൊക്കെ. ഇന്നും മരുന്ന് കഴിക്കത്തില്ല. അമ്മച്ചി ഇന്നും ജീവനോടുണ്ട്. ആമേൻ. മരുന്നിൽ ആശ്രയിക്കാതെ, വൈദ്യന്മാരിൽ ആശ്രയിക്കാതിരുന്നു. രോഗം മൂർച്ഛിച്ചു, രോഗം കാഠിന്യപ്പെട്ടു, കഠിനമായ രോഗം. എന്നാൽ മറ്റു ബന്ധങ്ങളും പ്രിയപ്പെട്ടവരാരും വരാതെയായി. ഒരു മനുഷ്യജീവനെ വീട്ടിലിട്ട് കൊന്നുകളയുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ പറഞ്ഞ് ബന്ധങ്ങളും പ്രിയപ്പെട്ടവരൊക്കെ മാറി നിന്നു. എല്ലാവരും ഉപേക്ഷിച്ചു മാറി. എന്നാൽ ഒരു ദിവസം അപ്പച്ചൻ പാസ്റ്ററാണ്, അപ്പോൾ തന്നെ ഗവൺമെന്റ് സ്കൂളിലെ പിയൂണാണ്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവിടെ ആരും വരാനില്ല, എനിക്ക് ഈ രോഗത്തിന്റെ പുറകിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ജോലിയുണ്ട്, ജോലി ചെയ്യണം, നിന്റെ വേലയുണ്ട്, ആ വേല ചെയ്യണം. അമ്മേൻ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം സ്കൂളിലേക്ക് പോയി. പോകാൻ നേരം ഒരാളെ, ഒരു സഹോദരിയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുമ്പം, അല്ല എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് വന്ന് സ്കൂളിൽ അറിയിച്ചാട്ടെ, കാരണം അന്ന് മരിക്കുമെന്നൊരു സ്ഥിതിയിലേക്ക് എത്തി. ഇടത്തെ മാറണി ക്യാൻസറായി. അമ്മേൻ, വലിയൊരു മുഴ പഴുത്തു പൊട്ടാറായി. വെള്ളം പോലും ഇറങ്ങാതെ ആശുപത്രി പോകുന്നില്ല, വൈദ്യന്മാരിൽ ആശ്രയിക്കുന്നില്ല. പക്ഷേ ശബ്ദം പോലും പുറത്തു വരാതെ കിടന്ന് വേദനപ്പെടുന്നു. സ്വത്രം ഞരങ്ങി ഞരങ്ങി മണിക്കൂറുകളായി, ദിവസങ്ങളായി കിടക്കുന്നു. എന്നാൽ അന്ന് എല്ലാവരും മാറിയ ആ പകലിൽ അമ്മച്ചിക്കൊരു സുഖനിദ്ര കിട്ടി. ആ സുഖനിദ്ര അമ്മേൻ ഒരു വലിയ സ്വപ്നത്തിലേക്കാണ് കൊണ്ടുപോയത്. ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ വാതിലിൽ വന്നു നിന്ന് മുട്ടി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ വന്ന ഡോക്ടറാണെന്ന്. സുന്ദരനായ ഒരു മനുഷ്യൻ കയ്യിലൊരു ചെറിയ ബ്രീഫ് കേസൊക്കെ പിടിച്ച് അകത്തേക്ക് വന്നു. കട്ടിലിൽ തന്റെ പെട്ടി വെച്ചു. തുറന്നപ്പോൾ ഒരു ഓപ്പറേഷനുള്ള സകല സാധന സാമഗ്രികളും അതിനകത്തുണ്ട്. അദ്ദേഹം കത്തിയെടുത്ത് മുഴ കണ്ടിച്ചു മാറ്റി. അതിലെ ദുഷിച്ച രക്തവും പഴുപ്പുമൊക്കെ കൈകൊണ്ട് കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിൽ ശേഖരിച്ചു. എന്നിട്ട് തുന്നിക്കെട്ടി എന്റെ ഡ്യൂട്ടി കഴിഞ്ഞെന്ന് പറഞ്ഞ് അദ്ദേഹം വീട് വിട്ടിറങ്ങുമ്പോൾ മരിക്കാൻ കിടന്ന അമ്മച്ചി അന്യഭാഷ പറഞ്ഞ് ചാടി എഴുന്നേറ്റു. അമ്മേൻ, ഇന്നും ജീവിക്കുന്നുണ്ട്, ഇന്നും ജീവിക്കുന്നുണ്ട്. വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങൾ പലതുമുണ്ട്. അമ്മേൻ, ഇപ്പൊ കണ്ണൊന്നും കാണില്ല. എല്ലാവരും പറഞ്ഞു, ഞങ്ങളൊക്കെ പറയാറുണ്ട്, അമ്മച്ചി ജസ്റ്റ് ചെറുതായിട്ട് കണ്ണാശുപത്രി വരെ ഒന്ന് പോവാം, മരുന്നൊന്നും കഴിക്കണ്ട, ഒന്ന് ചെറിയൊരു കണ്ണാടി വെക്കാം, അല്ലെങ്കിൽ ഒരു കണ്ണിലൊരു ചെറിയൊരു സർജറി നടത്തിയ കാര്യങ്ങൾ. അപ്പൊ അമ്മച്ചി പറഞ്ഞു, കാണാനുള്ളതെല്ലാം കണ്ടു, ഇനി വേറൊന്നും കണ്ടു, കർത്താവായി തരുന്നില്ലെങ്കിൽ എനിക്കത് വേണ്ട. അമ്മേൻ. സോദരം, പല പല ക്ഷീണങ്ങളുണ്ട്, പല വേദനകളുണ്ടെങ്കിലും ഇന്നും വൈദ്യന്മാരിലോ മനുഷ്യരിലോ ആശ്രയിക്കാൻ നിൽക്കുന്നു. തികഞ്ഞ ദൈവാശ്രയം നമ്മളെ നിന്ദിക്കാതെ അത്ഭുതങ്ങളെ നമ്മളിൽ നൽകി തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹൃദയങ്ങളിൽ വേദനകളും ഭാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ പല പ്രയാസങ്ങളായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആശ്വാസത്തിന്റെ ശബ്ദം പറയാം. നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. കരങ്ങൾ ഉയർത്തി കർത്താവിനോട് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. ആ ദിവസങ്ങൾ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, രോഗിയായി കിടക്കുമ്പോൾ ഒരു പാസ്റ്റർ കൺവെൻഷന് വിളിക്കാൻ വന്നിട്ട് പറഞ്ഞു,
കൺവെൻഷന്റെ അവസാന ദിവസം അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നോട്ടീസും കൊടുത്തിട്ട് പോയി. ഈ അവസാന ദിവസമാണ് വിടുതലുണ്ടായത് രാവിലെ. അന്ന് തന്നെ മറ്റൊരാളെ വിട്ട്, ഇന്നത്തെ പോലെ മൊബൈൽ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ, മറ്റൊരാളെ വിട്ടു പറഞ്ഞു വൈകുന്നേരം അന്ന് പാസ്റ്റർ വന്ന് നോട്ടീസ് കൊടുത്ത വീട്ടിൽ ആൾ സൗഖ്യമായിട്ടുണ്ട്, ക്യാൻസറിൽ നിന്ന് വിടുവിക്കപ്പെട്ട ആൾ ഇന്ന് രാത്രി ഇവിടെ സാക്ഷ്യം പറയാൻ വരും എന്ന് പറഞ്ഞേക്കാൻ. ഒരു ഗ്രാമം മുഴുവനും ഒരു ദേശം മുഴുവനും ആമേൻ അറിഞ്ഞു ഇളകി പലരും വന്നു. ഒരുപാട് പേർ അന്ന് കർത്താവിൻ്റെ വകയായി തീർന്നു. സ്തോത്രം. ആമേൻ. ഞാൻ പറഞ്ഞത് കർത്താവിലുള്ള ആശ്രയങ്ങളൊന്നും ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നമ്മളെ ബലപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ഓക്കെ, ഇവിടെ യേശുക്രിസ്തുവിനുള്ള തികഞ്ഞ ആശ്രയമാണ് കണ്ടത്. വീടടക്കം വിരുന്നുകാരൻ എന്നുള്ള പരിഗണന കൊടുക്കുന്നതിനപ്പുറം ആ വീടിന്റെ മുഴുവൻ നിയന്ത്രണവും, അല്ലെങ്കിൽ ഇനി അവിടെ എന്ത് സംഭവിക്കണമെന്നുള്ളതെല്ലാം കർത്താവാണ് തീരുമാനിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ഓരോ വാക്യങ്ങളെ അതിന്റെ സംഭവങ്ങൾക്കനുസരിച്ച് വിശദീകരിക്കുന്നില്ല. അവിടെ നിന്ന് നാം മനസ്സിലാക്കുന്ന അതിപ്രധാനമായ ചില പാഠങ്ങൾ മാത്രം പറയാം. ഒന്ന്, യേശുക്രിസ്തുവിനുള്ള തികഞ്ഞ ആശ്രയങ്ങൾ, അസാധാരണമായ കരുതലുകളെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. മറ്റൊന്ന്, യേശുക്രിസ്തുവിനുള്ള അനുസരണം, അതാണ് വിടുതലിലേക്കുള്ള വഴിയായി മാറുന്നത്. ക്രിസ്തുവിനെ അനുസരിക്കണം. അനുസരണമാണ് നമ്മളെ വിടുതലുകളിലേക്ക് നയിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് മറിയ ആമേൻ അവിടെ പറയുമ്പോൾ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, നിങ്ങൾ വക്കോളം കോരി നിറയ്ക്കണം, കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കണം. മറുചോദ്യങ്ങളില്ലാതെ വീഞ്ഞു തീർന്ന വീട്ടിൽ വെള്ളം കോരാൻ പറഞ്ഞ വിരോധാഭാസമെന്ന് മനുഷ്യബുദ്ധിക്ക് തോന്നാവുന്ന ഒരു ശബ്ദത്തെ മറുചോദ്യം ചോദിക്കാതെ, എതിരഭിപ്രായം പറയാതെ അതിനെ അനുസരിച്ച ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. ആ ശുശ്രൂഷക്കാരനുസരിച്ചു എന്ന് പറയുമ്പോൾ കേവലം ശുശ്രൂഷക്കാർ മാത്രമല്ല, അങ്ങനെ ഒരു അത്ഭുതത്തിന് അവസരമൊരുക്കിക്കൊണ്ട് ആ വീട്ടുടയവനും അതിനെ അനുസരിക്കുകയാണ്. അവിടുത്തെ എല്ലാവരും, വീടടക്കമുള്ളവരുടെ ആ അനുസരണ മനോഭാവമാണ് അവിടെ ഒരു അത്ഭുതത്തിലേക്ക് നടത്തിയത്, ആ വീടിനെ നടത്തിയത്. അനുസരണത്തിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അനുസരിക്കാൻ തയ്യാറായാൽ നമ്മുടെ അനുസരണത്തിനകത്ത് വിടുതലുണ്ട്, നമ്മുടെ അനുസരണത്തിനകത്ത് വഴിയുണ്ട്, നമ്മുടെ അനുസരണത്തിനകത്ത് നന്മയുണ്ട്. അനുസരിക്കാൻ തയ്യാറാകണം. യേശുവിന്റെ ശബ്ദത്തെ സംശയങ്ങളില്ലാതെ, ഹല്ലേലൂയ. ദൈവത്തെ മാത്രം ആശ്രയിക്കാൻ പറയുമ്പം നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് യഹോവയെ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യമുള്ളത്. ആ വാക്ക് ഒന്നും കൂടെ എടുത്ത് നമ്മളോട് ചോദിച്ചാൽ, നമുക്ക് യഹോവ തന്നെയാണോ ആശ്രയം? നമുക്ക് കർത്താവ് തന്നെയാണോ ആശ്രയം? കർത്താവ് തന്നെയാണോ ആശ്രയം എന്ന് ഊന്നി ചോദിച്ചാൽ കർത്താവ് തന്നെ അല്ല. കർത്താവും ഒരാശ്രയമാണ് ചിലർക്ക്. മറ്റു പലരും ബുദ്ധിയും പണവും ബന്ധങ്ങളുമൊക്കെ ആശ്രയമാക്കുന്ന മനുഷ്യരുടെ നടുവിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, അവനിൽ അനുസരിക്കാം, അവന്റെ വഴികളെ, അവന്റെ ആലോചനകളെ കീഴ്പ്പെടാം. അവിടെ ദൈവത്താലുള്ള നന്മ നമുക്ക് പ്രാപിക്കാം. ഇതാ വിരോധാഭാസം എന്ന് തോന്നുന്ന സാഹചര്യമാണ്. വീഞ്ഞു തീർന്ന വീട്ടിൽ വെള്ളം കോരി നിറയ്ക്കാൻ പറയുന്നു. ഇവിടുത്തെ ആദ്യ ഭാഗത്തെ വീഞ്ഞ്, അല്ലെങ്കിൽ വീഞ്ഞു തീരുന്നത്, വെള്ളം നിറയ്ക്കുന്നത്, കൽപാത്രങ്ങള്, ഇവയെല്ലാം അടയാളങ്ങളുടെ ഓരോ പടികളായി തന്നെയാണ് അമേൻ ചരിത്രങ്ങൾ അതിനെ വിശദീകരിക്കുന്നത്. നമ്മൾ ഇന്ന് രാത്രി ആ വിധത്തിലല്ല സന്ദേശം കൊണ്ടുപോകുന്നത്. കല്യാണ വീട്ടിൽ മാത്രം തങ്ങി നിൽക്കുകയല്ല. ആ ചരിത്രം, ആ അധ്യായം മുഴുവനും ഒന്ന് ഓടിച്ചു നോക്കണം. അതുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോവുകയാണ്. സാധാരണ ഒരു പ്രസംഗത്തിന്റെ ആദ്യത്തേലാണ് ഹെഡിങ് കൊടുക്കുന്നത്. എന്നാൽ ഈ സന്ദേശത്തിന്റെ പ്രത്യേകത, ഇതിന്റെ അവസാനം ആ ഹെഡിങ് കിടക്കുന്നത്. അമ്മേ, ഇതിന്റെ ആമുഖത്തിലേക്ക് എത്തണമെങ്കിൽ അവസാനത്തിലേക്കാണ് ഇതിനൊരു തലവാചകം കൊടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എങ്കിലും പറയാം,
അമ്മേൻ. നിങ്ങൾ നോക്കണം, ഇവിടെ കണ്ടത് കർത്താവിനെ മറുചോദ്യങ്ങളില്ലാതെ ബുദ്ധി കൊണ്ടോ അവരുടെ അറിവ് കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ പരിചയം കൊണ്ടോ ക്രിസ്തുവിനോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അനുസരണത്തിന് വേണ്ടി അവർ വിധേയപ്പെട്ടപ്പോൾ നിങ്ങൾ നോക്കൂ, ആ കരങ്ങളെ നിറച്ച് അവിടെ പോരായ്മകളെ നികത്തിയ ഒരു കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് കാണാം. നമുക്ക് അനുസരണമുണ്ടോ? നമുക്ക് പാരമ്പര്യമുണ്ട്, പരിചയമുണ്ട്, നമുക്കറിവുണ്ട്, കഴിവുണ്ട്, പക്ഷെ നമുക്ക് അനുസരണമില്ല. നമ്മൾ പലപ്പോഴും അനുസരിക്കാൻ നമുക്ക് സംശയങ്ങളുണ്ട്. നമ്മൾ അറിവിന്റെ പേരിൽ നമ്മൾ അവതരിപ്പിക്കുന്ന നമ്മുടെ ഒരു സ്വഭാവത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ സംശയാലുക്കളാണ്. നമ്മുടെ കാര്യം മാത്രമല്ല, ശിഷ്യന്മാരടങ്ങുന്ന അല്ലെങ്കിൽ മോശ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ പലരും അങ്ങനൊക്കെ തന്നെയാണ്. ഒത്തിരി അത്ഭുതം കണ്ട ശിഷ്യന്മാരൊക്കെ തന്നെ വന്ന് യേശുവിനോട് ഒരിക്കൽ പറയുന്നുണ്ട്, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, യേശുവിനോട് പറയുന്നുണ്ട്, യേശുവേ അമ്മേൻ, സമയം എത്രയായി, ഇനി പ്രസംഗം ദീർഘിപ്പിക്കേണ്ട, മരുഭൂമിയാണ്, നമുക്ക് തൽക്കാലം പ്രസംഗം നിർത്താം, ഇവരെ അവരവരുടെ ഊരുകളിലേക്ക് പിരിച്ചുവിടാം, അവർ ചെല്ലട്ടെ, ഭക്ഷണം കൊള്ളട്ടെ, പാർക്കട്ടെ. സ്തോത്രം. ശിഷ്യന്മാരൊന്ന് യേശുവിനോട് പറയും, ഇവരെ പിരിച്ചുവിടാം, ഊരുകളിൽ ചെല്ലട്ടെ, ഭക്ഷണങ്ങളുടെ പാർക്കട്ടെ. ഉടനെ കർത്താവ് പറഞ്ഞു, നിങ്ങളവർക്ക് തിന്മാൻ കൊടുപ്പീൻ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? യേശു അവരോട് നിങ്ങളവർക്ക് തിന്മാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അവിടെ നടന്ന പ്രത്യേകത? പറയാം. ശിഷ്യന്മാർ യേശുവിനിടയ്ക്ക് വന്നിട്ട് പറയും, കർത്താവെ അവരെ പിരിച്ചുവിടും. കർത്താവ് എന്താ നിങ്ങൾ അവർക്ക് തിന്മാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞേ? മറുപടി ഇത്രയേ ഉള്ളൂ, ഇവരാരും നിങ്ങൾ കൊണ്ടുവന്നവരല്ല, ഇവരെല്ലാം എന്നെ പ്രതി വന്നതാണ്, ഇവരെല്ലാം എന്റെ പ്രസംഗം കേട്ട് വന്നവരാണ്, ഇവരെന്നെ കാണാൻ വന്നവരാണ്, എന്റെ വചനം കേൾക്കാൻ വന്നവരാണ്, എന്നെ ആശ്രയിച്ചു വന്നവരാണ്. എന്റെ ജനം, എന്റെ സാന്നിധ്യമുള്ള സ്ഥലം, എന്റെ സന്ദേശമുള്ള സ്ഥലം, എന്റെ ശബ്ദമുള്ള സ്ഥലം, എന്റെ കരങ്ങൾ പ്രവർത്തിക്കാൻ എന്റെ അധികാരമുള്ള സ്ഥലം, എന്റെ ഏരിയ, എന്റെ ജനം, എന്റെ ജനത്തിന്റെ ഇടയ്ക്ക് എനിക്കില്ലാത്ത ടെൻഷൻ എന്തിനാ നിനക്ക്? നിങ്ങളവർക്ക് തിന്മാൻ കൊടുപ്പീനെന്ന് കർത്താവ് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. എന്റെ ഏരിയ കയറി നിങ്ങളതിനെ ടെൻഷൻ അടിക്കുന്നേ? നിങ്ങളവർക്ക് തിന്മാൻ കൊടുപ്പീൻ. ഇവര് നിങ്ങൾ കൊണ്ടുവന്നല്ലോ, എനിക്കില്ലാത്ത ടെൻഷൻ നിങ്ങളെടുക്കുകയാണ്, എന്നാൽ നിങ്ങളങ്ങ് ചെയ്യേ, ഞാനിവിടെ ശാന്തമായിട്ടിരിക്കാം. ഉടനെ അവര്, നിന്റെ കയ്യിൽ എത്ര ഉണ്ട്? എൻ്റെ കയ്യിൽ ഇത്ര പൈസയുണ്ട്. നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? എൻ്റെ കയ്യിൽ ഇത്ര രൂപയുണ്ട്. അമ്മേൻ, എല്ലാം കൂടെ കൂട്ടിയപ്പോ ഒക്കുന്നില്ല. ഓടി വന്നിട്ട് പറഞ്ഞു, ഗുരു അമ്മേൻ, അതോ ചില്ലറ ഒക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, അമ്മേൻ, വന്ന ആരുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു പയ്യനുണ്ട്, ഒരു ബാലകനുണ്ട്, അവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, വാസ്തവത്തിൽ ഇവരെന്താ ചെയ്തേ? ഇവർ യേശുവിനെ പഠിപ്പിക്കുകയല്ലേ ചെയ്തേ? യേശുവിന് ഐഡിയ പറഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്തേ? നമുക്ക് പലപ്പോഴും ആശ്രയമില്ല. യേശുവിന് പ്രോഗ്രാം പറഞ്ഞു കൊടുക്കും, യേശുവിന് ഐഡിയ പറഞ്ഞു കൊടുക്കും, ഇപ്രകാരം പ്രവർത്തിക്കണം, ഇന്ന രീതിയിൽ വെളിപ്പെടണം, ഇത്ര അന്തിക്കുള്ളിൽ തന്നെ ഇന്ന നിലയിൽ അദ്ദേഹത്തോട് ദൈവം ഇടപെടണം, ഇന്ന മാർഗം തുറക്കണം. നമ്മൾ ഫുൾ പിക്ചർ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നു. കർത്താവിനെ നമ്മുടെ ദാസനായി നമ്മൾ ചിത്രീകരിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിനക്ക് വിശക്കുന്നെങ്കിൽ അത് പറഞ്ഞാൽ പോരായിരുന്നോ പത്രോസേ? എനിക്ക് വിശപ്പടിക്കുന്നെങ്കിൽ അത് പറഞ്ഞാൽ പോരായിരുന്നോ അന്ത്രയോസേ? എനിക്ക് വിശക്കുന്ന ഒരു അത്ഭുതം ചെയ്യ് എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ അന്ത്രയോസേ? ഇവര് വിശ്വാസത്തോടെ വന്ന് അപേക്ഷിച്ചതല്ല, യേശുവിനെയും കൂടെ നിയന്ത്രിക്കത്തക്കവണ്ണം അവരിലെ ആശങ്കയാണ് അവരവിടെ കൊണ്ടുവന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവർക്ക് തിന്മാൻ കൊടുപ്പീൻ. സ്വതന്ത്രം, നിങ്ങൾ അവർക്ക് തിന്മാൻ കൊടുപ്പീൻ. ഇവർക്ക് പറ്റില്ലെന്ന്, അവരുടെ കയ്യിലുള്ള തുട്ടുകൾ, അവരുടെ കയ്യിലുള്ള നാണയങ്ങൾ, അവരുടെ പരിശ്രമങ്ങൾ പരാജയപ്പെടുന്നോടം വരെ കർത്താവ് അവിടെ വെയിറ്റ് ചെയ്തു, കയ്യും കെട്ടി അവിടെ ഇരിക്കുകയാണ്. നമ്മുടെ പല വെപ്രാളങ്ങളിലും ദൈവം ഇടിച്ചു കയറി ഒന്നും ചെയ്യത്തില്ല കേട്ടോ. നമ്മുടെ പല ആശങ്കകളിലും ദൈവം ഇടിച്ചു കയറി ഒന്നും ചെയ്യത്തില്ല. അമ്മേൻ, മൗനമായിരുന്ന് അവന് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം, സംശയങ്ങൾ മാറ്റി വയ്ക്കണം. അവിടെ കർത്താവ് അത്ഭുതം ചെയ്തു. മോശയോട് ദൈവം പറഞ്ഞു, ഈ ജനത്തിന് ഇറച്ചി ഞാൻ തരാം, അതും അരിശപ്പെട്ട് ഞാൻ അവരെ ഗർഭം ധരിച്ചോ, ഞാൻ പ്രസവിച്ചോ എന്നൊക്കെ ചോദിച്ച് അമേൻ അരിശപ്പെട്ടു പ്രാപിച്ച
ആ ഇറച്ചി കർത്താവ് പറഞ്ഞു, ഞാൻ തരാം മോശേ, ഇറച്ചി തരാം, എന്നാ അപ്പോഴെങ്കിലും ഒന്ന് അടങ്ങണ്ടേ. അപ്പൊ ദൈവത്തോട് പറയാം, എന്റെ ദൈവമേ, നിനക്ക് ഇറച്ചി കൊടുക്കാന്ന് പറഞ്ഞാൽ മതി, എന്റെ കൂടെ 6 ലക്ഷം കാലാളുകളുണ്ടെന്ന്. എണ്ണി മിസ്രൈമീന്ന് ഇറക്കിക്കൊണ്ട് വന്ന ദൈവത്തോട് ഇച്ചിരി സീനിയോറിറ്റി ആയപ്പോ തിരിച്ച് അങ്ങോട്ട് കണക്ക് പറയുക, എന്റെ കൂടെ 6 ലക്ഷം കാലാളുകളുണ്ട്, ഇവർക്കൊക്കെ കാളയ്ക്കും മത്സ്യത്തിനും ഞാൻ എവിടെ പോകാനാന്ന്. പൊന്നു മോശ, നീ എവിടെ പോകാനാ? വാ, നമുക്ക് തരാന്നല്ലല്ലോ, നമുക്ക് കൊടുക്കാന്നല്ലല്ലോ, ഞാൻ തരാന്നല്ലേ പറഞ്ഞത് ദൈവമാണെങ്കിൽ തരാൻ അവൻ വിശ്വസ്തനാണ്. മറുചോദ്യങ്ങളില്ലാതെ, എതിരഭിപ്രായങ്ങളില്ലാതെ, സംശയങ്ങളില്ലാതെ അരുമനാഥന് വേണ്ടി കാത്തു നിൽക്കുന്ന ആരുണ്ട്? അവർക്ക് വേണ്ടി കർത്താവ് ചിലത് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വിടുതൽ മാത്രം എത്തപ്പെട്ടാ മതി. അല്ല, നിലനിൽക്കുന്നതിലേക്ക് എത്തണമെങ്കിൽ വില കൊടുക്കുന്നൊരു മനോഭാവം. നിങ്ങൾ നോക്കണം, യേശുവിനെയും കൂടെ നിയന്ത്രിക്കുന്ന രീതിയിൽ ശിഷ്യന്മാർ വന്ന് സംസാരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നാ നിങ്ങൾ കൂടെ ഞാനിവിടെ ഇരിക്കാം, നമ്മുടെ പല വെപ്രാളങ്ങളും ഈ വിധം തന്നെയാണ്. ആമേൻ. എന്നാൽ ഒന്നുമല്ലെന്ന് പറഞ്ഞ് നമ്മുടെ പരിശ്രമങ്ങളും നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ നിക്ഷേപങ്ങളൊക്കെ ആ കർത്താവിന്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തിട്ട് ഒന്ന് മനസ്സ് സ്വസ്ഥമാകാമോ? ആമേൻ. മനസ്സ് സ്വസ്ഥമാകാമോ? ഇച്ചിരി സമയം പോയപ്പോ ടെൻഷൻ അടിച്ച ടീമുകൾ തന്നെയാണ്, ഇച്ചിരി സമയം പോയപ്പോ വിഷമിച്ചവര് തന്നെയാണ്. ആമേൻ. കർത്താവ് 5 അപ്പവും 2 മീനും വാങ്ങിച്ചു വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളവരെ പന്തിയായി ഇരുത്താൻ പറഞ്ഞു. ആമേൻ. മറുചോദ്യങ്ങൾക്ക് അവസരമില്ലാത്ത വിധം അവരുടെ മനോഭാവത്തെ ആക്കിയിട്ട് പന്തിയായിട്ട് ഇരുത്താം. ആദ്യത്തെ 5 പേരെ ടെൻഷൻ ഇല്ലാതിരുത്താം. കാരണം കൊടുത്ത 5 അപ്പവും 2 മീനുമാണെന്ന് നല്ല ബോധ്യമുണ്ട്. ആദ്യത്തെ 5 പേരെ BP കൂടാതെ ഇരുത്താം. കാരണം കൊടുത്ത എത്രയാണെന്ന് ശിഷ്യന്മാർക്ക് ബോധ്യമുണ്ട്. പക്ഷേ ആമേൻ, 6ാമത് ഒരുത്തനെയും കൂടെ ആ പന്തിയിലേക്ക് പിടിച്ചിരുത്തണമെങ്കിൽ കൃപ വേണം. ആദ്യത്തെ അല്പം സമയം പോയി, സന്ധ്യ ആയപ്പോഴേ ആശങ്കപ്പെട്ടവൻ 5 അപ്പം കൊടുത്തിട്ട് ഈ പുരുഷാരത്തെ ഇരുത്താൻ പറഞ്ഞാൽ ഇരുത്തുമോ? ഇരുത്തണം. ആമേൻ. ക്രിസ്തുവിന്റെ വാക്കുകളെ മറുചോദ്യമില്ലാതെ അനുസരിക്കാൻ തയ്യാറാകണം. ആ ശബ്ദത്തോടുള്ള അനുസരണ മനോഭാവമാണ് അത്ഭുതത്തിലേക്ക് എത്തിയത്. സ്വത്രം. 5000 പന്തിക്കിരുത്തി മടങ്ങി വരുമ്പോൾ അവർക്ക് വിളമ്പാനുള്ളത് കരത്തിലേൽപ്പിച്ചൊരു കർത്താവ്. ശുശ്രൂഷക വൃന്ദത്തോട് മറ്റൊരു കാര്യം കൂടെ കൂട്ടുചേർത്ത് പറയാം. ജനം നിമിത്തം ആകുലപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ജനം നിമിത്തം വേദനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ജനം നിമിത്തം ആമേൻ അല്പമെങ്കിലും ആശങ്ക ഭരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കരങ്ങളിൽ തന്നെ ജനത്തിനുള്ളത് വീതിക്കാൻ, ജനത്തിനുള്ളത് വിഭജിക്കാൻ, ജനത്തിനുള്ളത് പങ്കുവയ്ക്കാൻ ആ കരങ്ങളിൽ തരാൻ ദൈവം വിശ്വസ്തനാണ്. അനുസരണത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു അത്ഭുതത്തെയാണ് നമ്മൾ കാണുന്നത്. ഈ കാനാവിലെ കല്യാണ വീട് നമുക്ക് നൽകുന്ന പാഠം തികഞ്ഞ ദൈവാശ്രയമാണ്, ക്രിസ്തുയേശുവിലുള്ള അനുസരണമാണ്. ആ അനുസരണം അവിടെ കൊടുത്ത വിടുതൽ ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്ത നിലയിൽ, ഇതുവരെയും പ്രാപിച്ചിട്ടില്ലാത്ത നിലയിൽ വെള്ളം വീഞ്ഞായി മാറുന്നു. വിരുന്നുവാഴി അതിനെ രുചിക്കുന്നു. മേൽത്തരമായതിന്റെ അഭിപ്രായം വരുന്നു. വേദന നിറഞ്ഞ വീട് ആനന്ദമുള്ളതായി മാറുകയാണ്. ഏതാനും മണിക്കൂറുകളുടെ കഴിയുമ്പോൾ ആമേൻ അത് ശൂന്യമായി മാറും. എല്ലാം അവസാനിക്കും. വീഞ്ഞ് തീരാറായിടത്താണ് കർത്താവ് അത്ഭുതം ചെയ്തത്. കർത്താവ് ചെയ്ത അത്ഭുതം, കർത്താവ് ചെയ്ത വിടുതൽ ആമേൻ വ്യത്യസ്തമായി മാറി. ഹല്ലേലൂയ, ആമേൻ. കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം പറയും. വേറൊരു ടോണിൽ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സ്തോത്രം പറയുന്നുള്ളൂ. അസാധാരണമായ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ എല്ലാവരും അറിയാതെ ആവേശം കൊണ്ടുപോകും. സ്തോത്രം. നിങ്ങൾ നോക്കണം, സാധ്യതയില്ലാത്തതിനെ ദൈവം ഒരു രുചിയുള്ള പദാർത്ഥമായി മാറ്റി. നമ്മുടെ കർത്താവ് വൻകാര്യങ്ങൾ ചെയ്യാൻ മതിയായവനാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് കല്യാണ വീട് നൽകുന്ന പാഠം. ആമേൻ. മറുചോദ്യങ്ങളില്ലാതെ അനുസരിക്കുകയാണ്. ഇനി നമുക്ക് കല്യാണ വീട്ടിൽ നിന്ന് തുടർന്ന് യാത്ര ചെയ്യണം. നമുക്കെല്ലാം അറിയാവുന്ന ഭാഗമായതുകൊണ്ട് നമുക്ക് ആ ഭാഗത്ത് നിന്ന് മുന്നോട്ട് യാത്ര ചെയ്യേണ്ടതുണ്ട്. സഹോദരം, കല്യാണ വീടിന്റെ അടുത്ത 2ാം പകരം നിൽക്കുന്നത് ആമേൻ ദൈവാലയമാണ്. ദൈവാലയം.
ദൈവാലയം നമുക്ക് നൽകുന്ന പാഠം എന്താണ്? യേശു അത്ഭുതം ചെയ്ത അനന്തരം 12-ാമത്തെ വാക്യം ഇതിനോടൊന്നും ചേരാതെ 12-ാമത്തെ വാക്യം തനിയെ നിൽക്കുന്നുണ്ട്. കഫർന്നഹൂമിന്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെ ഏറെ നാൾ എന്ത് ചെയ്തില്ല? പാർത്തില്ല. കഫർന്നഹൂമിന്റെ മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ പറഞ്ഞു വിടുകയുണ്ടായി. സഹോദരൻ, കഫർന്നഹൂമിന്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞു വിടുകയുണ്ടായി. നിങ്ങൾ നോക്കണം, അവിടെ യേശു കർത്താവ് ഏറെ നാൾ പാർത്തില്ല എന്ന് കർത്താവ് പറയുകയാണ്. ആ കർത്താവ് യേശു ശിഷ്യന്മാരും കഫർന്നഹൂമിലേക്ക് പോയി. അവിടെ ഏറെ നാൾ പാർത്തില്ല. അവിടെ പാർത്തില്ല, തുടർന്നില്ല. ആ പാർപ്പ് അവിടെ തുടർന്നില്ല. അടുത്ത വഴിയിലേക്ക് കർത്താവ് യാത്ര ചെയ്യും. നമുക്ക് കഫർന്നഹൂം അല്ല വിഷയം, ആ ദൈവാലയത്തിലേക്ക് വരാം. വിശദമായി വിശദീകരിച്ചിട്ടുള്ള ദൈവാലയം എന്ന ഭാഗത്തേക്ക് വരാം. ഈ ദൈവാലയത്തിൽ യേശു അന്ന് എന്താ ചെയ്തേ? യേശു വരുന്നു. പെസഹ സമീപമാകൊണ്ട് യേശു ശിഷ്യന്മാരും അവിടേക്ക് വരികയാണ്. ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും എല്ലാ പൊൻവാണിഭക്കാരെയും അവിടെ നിന്ന് പുറത്താക്കുകയാണ്. ആടുമാടുകളോടുകൂടെ എല്ലാവരെയും ദൈവാലയത്ത് പുറത്താക്കി പൊൻവാണിഭക്കാരുടെ നാണ്യം തൂകിക്കളഞ്ഞ് മേശ മറിച്ചിട്ടു. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഭാഗം തന്നെയാണ് രണ്ടാമത്. നമുക്ക് ഈ കല്യാണ വീട് ഇതുമായിട്ട് എന്താ ബന്ധം? യെരുശലേം, ഈ ഗലീലയും യെരുശലേം ദേവാലയവും തമ്മിൽ, അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാനല്ല, ഇവിടെ ക്രിസ്തുവിന്റെ രണ്ട് അതിമഹത്തായ സ്വഭാവ വിശേഷണങ്ങളാണ് വെളിപ്പെട്ട് വരുന്നത്. രണ്ട് സ്വഭാവ വിശേഷങ്ങളാണ് വെളിപ്പെട്ട് വരുന്നത്. ഈ 2-ാം അധ്യായം പഠിക്കുമ്പോൾ രണ്ടാം അധ്യായം നൽകുന്ന പാഠം ആമേൻ, അവിടെ ശുദ്ധീകരണം നടക്കുകയാണ്. ആമേൻ. ആ യേശു കർത്താവ്, നിങ്ങൾ നോക്കണം, ദൂരെ നോക്കുമ്പോ ചർച്ച്, കർത്താവ് അടുത്ത് വന്നപ്പോ കണ്ടത് ചന്ത. ദൂരെ നിന്ന് നോക്കുമ്പോ ചർച്ച്, പാട്ടും അല്ലെങ്കിൽ അവിടുത്തെ ശബ്ദവും ബഹളവും ഒക്കെ കണ്ട് അവിടുത്തെ ആരവാരങ്ങൾ ആരവാരങ്ങളൊക്കെ കേട്ട് ദൂരേന്ന് വരുമ്പോ ചർച്ച്, അടുത്ത് വരുമ്പോഴാ മനസ്സിലായത് അടുത്ത് വരുമ്പോ ചർച്ചല്ല, ആരവാരങ്ങൾ ആരാധനയുടേതല്ലായിരുന്നു. ആരവാരങ്ങൾ സ്തുതിയുടെയും പുകഴ്ചയുടെയും ശബ്ദമല്ലായിരുന്നു. അവിടെ നടന്നത്, ആമേൻ, അവിടെ ഉയർന്നത് കച്ചവടത്തിന്റെ ശബ്ദമാണ്. ഏതെടുത്താലും 20, 2-1 ഫ്രീ. പുറത്തുനിന്ന് ആരാധന ഒന്ന് അർത്ഥം വരുമ്പോഴത്തേക്ക് ആരാധനയല്ല, പലതും അവനവന്റെ ലാഭങ്ങൾ പങ്കുവയ്ക്കുന്ന കോലാഹലങ്ങളാണ്. കരങ്ങൾ ഉയർത്തി ഹാലി. ഞാനാണേലും കല്യാണ വീട്ടിൽ അധിക നേരം നിന്ന് അവിടുത്തെ വീഞ്ഞിൽ രസിച്ച് പറയാനുള്ള പ്രധാന സന്ദേശം മറന്നുപോകും. അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം വിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. കാരണം ആമേൻ, ഈ അധ്യായത്തിൽ 2 പാരഗ്രാഫിലും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. ആമേൻ. കർത്താവ് എനിക്ക് നൽകിയ പാഠം ഇതാണ്, എന്നെ ബോധ്യപ്പെടുത്തിയ സന്ദേശം ഇതാണ്. 2-ാമത്തെ വീട്ടിൽ, കല്യാണ വീട്ടിൽ കാനാവിൽ വെള്ളം കൊണ്ട് വീഞ്ഞുണ്ടാക്കിയ കർത്താവ് ദൈവാലയത്തിൽ കയറുകൊണ്ട് ചാട്ട ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടാണ് ഈ സന്ദേശത്തിന്റെ ഒരു ഹെഡിങ് കൊടുക്കേണ്ടത്. നമ്മുടെ സന്ദേശത്തിന്റെ പ്രത്യേകത അത്ഭുതം എന്നുള്ളതല്ല, അത്ഭുതം ഒരു സൈഡ് ഹെഡിങ് ആണ്. ആമേൻ. വീഞ്ഞല്ല, വെള്ളമല്ല. നമ്മുടെ സന്ദേശം വീഞ്ഞും ചാട്ടയുമാണ്. വീഞ്ഞു കുടിച്ച് മതോമത്തനായവനെ, വീഞ്ഞു കുടിച്ച് അവിടുത്തെ അത്ഭുതങ്ങളിൽ ആനന്ദിച്ച് നിൽക്കുന്നവനെ ചാട്ടയൊന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. വീഞ്ഞും ചാട്ടയും. നിങ്ങൾ നോക്കണം, ഇവിടെ കർത്താവ് ചാട്ടയുണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ്. കർത്താവ് ചാട്ടയുണ്ടാക്കിയേക്കുന്നു. ആമേൻ. അവിടെ കല്യാണ വീട്ടിൽ ഇത്ര ഭവ്യതയോടെ നിന്ന്, സ്നേഹത്തോടെ നിന്ന്,
വിടുതൽ കൊടുത്ത കർത്താവ്, ആമേൻ, അടുത്ത പാരഗ്രാഫ് വായിക്കുമ്പോൾ അവിടെ സ്നേഹത്തോടു കൂടിയല്ല, കോപം നിറഞ്ഞവനായി, ആമേൻ, അവിടെയും താൻ, ആമേൻ, എന്താ പറയുക, തന്റെ ശബ്ദം വ്യത്യാസമാണ്, തൻ്റെതായ മുഖഭാവം വ്യത്യാസമാണ്, തൻ്റെതായ ഇടപാടുകൾ വ്യത്യാസമാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്ത അതേ കർത്താവ് തന്നെ കോപം നിറഞ്ഞവനായി ഇവിടെ നിൽക്കുകയാണ്. നിങ്ങൾ നോക്കണം, കർത്താവ് എന്നെ പഠിപ്പിച്ച പാഠം ഇതാണ്. എല്ലാവരും ശ്രദ്ധിക്കൂ. വീഞ്ഞുകൊണ്ട് വെള്ളം ഉണ്ടാക്കാൻ മാത്രമല്ല, കയറുകൊണ്ട് ചാട്ട ഉണ്ടാക്കാനും കർത്താവിനറിയാം. വിടുവിക്കാൻ മാത്രമല്ലെന്ന്, മുഴ മാറ്റാൻ മാത്രമല്ല, മുടന്തു മാറ്റാൻ മാത്രമല്ല, ആമേൻ, അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവിന് അടിക്കാനും അധികാരമുണ്ട്, മറന്നു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളം വീഞ്ഞാക്കിയ കർത്താവ് കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ്. ലാഭത്തിന്റെ നാണ്യങ്ങൾ തൂക്കിക്കളഞ്ഞു. നിങ്ങൾ നോക്കണം, ഒരു പ്രവാചക ശബ്ദം എന്നതുപോലെ തന്നെ ആ തിരുവെഴുത്തുകളെ ഈ തലമുറയ്ക്ക് തന്നെ കൈമാറണം. എന്തിനാണ് കർത്താവ് ഇത്രയധികം അരിശപ്പെടുന്നത്? പ്രാർത്ഥനാലയം, പിതാവിന്റെ ആലയം, പിതാവിന്റെ സന്നിധി, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ടുന്നത്, ആമേൻ, ലാഭവിഹിതങ്ങൾ കൈമാറുന്നു, ലാഭത്തിനുപയോഗിക്കുന്നു, അവനവന്റെ നേട്ടത്തിനുപയോഗിക്കുന്നു. ആത്മീയത വെളിപ്പെടേണ്ട ഇടം, ആരാധന വെളിപ്പെടേണ്ട ഇടം, അവനവന്റെ നേട്ടത്തിന്, അവനവന്റെ കാര്യസാധ്യങ്ങൾക്കും അതിനെ ഒരു, ആമേൻ, ഒരു വ്യാപാരശാലയാക്കി മാറ്റിക്കളയുമ്പോൾ, ദൈവമക്കളെ മനസ്സിലാകുക, ഭക്തിയോടെ ജനത്തിന്റെ വിടുതലിനും ജനത്തിന്റെ രക്ഷയ്ക്കും ജനത്തിന്റെ വീണ്ടെടുപ്പിനും നൽകി തന്നിരിക്കുന്ന ശുശ്രൂഷകളും ആരാധന സമ്പ്രദായങ്ങളും വിടുതലിന്റെ ദൗത്യങ്ങളും കൃപാവരങ്ങളും, ആമേൻ, ഇവയെല്ലാം ഇന്ന് വ്യവസായവൽക്കരിക്കപ്പെട്ട് അവനവന്റെ പോക്കറ്റ് നിറയ്ക്കാൻ, പുറമേ നോക്കുമ്പോ ചർച്ചിന്റെ പേര്, പുറമേ നോക്കുമ്പോ ചർച്ചിന്റെ ഷേപ്പ്, പുറമേ നോക്കുമ്പോ ചർച്ച്, അടുത്തു വരുമ്പോൾ വാണിഭശാലയാണ്, വ്യാപാരശാലയായി മാറിയിരിക്കുന്നു. ദൈവം അവിടെയും വന്ന്, അയ്യോ, അവിടെ വീഞ്ഞുണ്ടാക്കിയ കർത്താവ് ഇവിടെയും വീഞ്ഞു തുടരുകയില്ല. വീഞ്ഞുണ്ടാക്കിയവൻ, ആമേൻ, ആ ദയെ മാറ്റിവെച്ചിട്ട്, ആമേൻ, കയറുകൊണ്ട് ചാട്ടയുണ്ടാക്കി തന്റെ ശുദ്ധീകരണം തുടങ്ങുകയാണ്. പലർക്കും ഈ ആത്മീയത, ആരാധന, സഭ, കൂടിവരവുകളെല്ലാം അവരവരുടെ ലാഭത്തിന്റെ ഏരിയയാണ്. ആമേൻ, അവരവരുടെ പോക്കറ്റ് നിറയ്ക്കാൻ, അവരവരുടെ കാര്യങ്ങൾക്ക്. സ്വതന്ത്രം. എനിക്കിന്ന് രാത്രി ദൈവമക്കളോട് പറയാനുള്ള സന്ദേശങ്ങളുടെ അതിപ്രധാനമായ ഭാഗം ഇത്. വിടുവിക്കാൻ മാത്രമല്ല കേട്ടോ, അടിക്കാനും അധികാരമുണ്ട്. വിടുവിക്കാൻ മാത്രമല്ല, അടിക്കാനും അധികാരം. റോമാലേഖനത്തിന്റെ വാക്യം ഒന്ന് വായിക്കണം. റോമാലേഖനം 11-ാം അധ്യായം 22-ാമത്തെ വാക്യം. റോമാലേഖനം, ആമേൻ, എടുത്തവരൊന്ന് വായിച്ചാട്ടെ. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക, വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഹല്ലേലൂയ. കർത്താവിന്റെ ശബ്ദത്തെ കുറിച്ച് പറയാൻ ഒന്നേ ഉള്ളൂ. ദയ മാത്രം കണ്ട് ആനന്ദിക്കുകയല്ല, ദൈവത്തിന്റെ ദയവും കാണണം, ഖണ്ഡിതവും കാണണം. വിടുവിക്കുന്നവനെ മാത്രം കണ്ട് എന്നും വിടുവിക്കുമെന്നോർത്ത് ഉഴപ്പം ജീവിതമൊന്നും ജീവിക്കരുത്. രക്ഷിക്കപ്പെട്ടെന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ട നാളിൽ ആരംഭകാലത്ത് കിട്ടുന്ന പരിഗണന പിന്നെ കിട്ടില്ല. അന്ന് നിങ്ങൾ എന്തിനാ പാപം ചെയ്തേ, നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തു എന്നൊന്നും കർത്താവ് ചോദിക്കാതെ തന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് നിനക്ക് സാധ്യമാക്കി തന്നു. പക്ഷെ അകത്ത് കയറി, പണ്ട് പലർക്കും ഇന്ന് വഴിയരികി കിട്ടുന്ന പരിഗണനയ്ക്കാണ് ഈ ആത്മീയ ജീവിതം നയിക്കുന്നത്. വഴിയരികിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ യേശുവിനോടൊപ്പമുള്ള യാത്ര നിങ്ങൾ ഇപ്പോൾ വഴിയരികിലല്ല, അവനോടൊപ്പമായി, അവന്റെ, ആമേൻ, ആ സമൂഹത്തിലായി, അവന്റെ കുടുംബത്തിലായി, ഭവനക്കാരായി, അവനോട് ചേർത്ത് പണിയുന്നവരായി മാറിയിരിക്കുകയാണ്.
അവനോട് നമ്മളെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആ വഴിയരികിലെ പാരമ്പര്യമല്ല. എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ആ വഴിയരികിൽ കിട്ടിയ പരിഗണന, വസ്ത്രത്തിന്റെ അഗ്രം തൊട്ടപ്പോൾ കിട്ടിയ പരിഗണന വീണ്ടും പ്രതീക്ഷിക്കരുത്. ഹല്ലേലൂയ. അവിടെ നമ്മൾ ആത്മാവിൽ വളരുകയാണ് വേണ്ടുന്നത്. ആമേൻ. ദൈവം എന്താഗ്രഹിക്കുന്നു, അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ എന്താണ് ദൈവം നമ്മിൽ ആഗ്രഹിച്ചത്, അത് പൂർണ്ണതയിലേക്ക്, പൂർത്തീകരണത്തിലേക്ക് കൈമാറുകയാണ് ചെയ്യേണ്ടുന്നത്. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ദൈവത്തിന്റെ ദയ വലുതാണ്. ദൈവത്തിന്റെ ദയ വിലമതിക്കാത്തതാണ്. നമ്മൾ എന്തു കൊടുത്താലും അതിന് തുല്യമാവുകയില്ല. പക്ഷെ ദയയിൽ മാത്രം ദയ കണ്ട് അലസമായി ജീവിക്കാനല്ല, ദയക്കപ്പുറം അവന്റെ ഖണ്ഡിതം കാണണം. നിലനിന്നാൽ ദയ തുടരും. ഇല്ലെങ്കിലോ ആമേൻ. ഖണ്ഡിതം എന്ന വാക്ക് അല്പം കഠിനമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. സഹോദരം, നിങ്ങളെ വിളിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആജീവനാന്ന് തോന്നുന്നു സഹിക്കാനൊന്നും വ്യവസ്ഥയില്ല കേട്ടോ. ഹലോ സഹോദരം, നമ്മളെ വിളിച്ചുകൊണ്ടോ ഇപ്പൊ റിജുവിനെ ശുശ്രൂഷകനാക്കി എന്ന കാരണം കൊണ്ട് ജീവകാലം ഒന്നും ദൈവം സഹിക്കുകയില്ല. എന്നിലുള്ള പോരായ്മകൾ, ഞാൻ കൃത്യമായി മാനസാന്തരപ്പെടേണ്ടടുത്ത് മാനസാന്തരപ്പെടാതിരുന്നാൽ, കൃത്യമായി എന്നിൽ രൂപാന്തരങ്ങൾ സംഭവിക്കാതിരുന്നാൽ, കൈവിടേണ്ടതെല്ലാം കർത്താവ് കൈവിടുക തന്നെ ചെയ്യും. എല്ലാ അറിഞ്ഞവരാ എല്ലാരും കൂടെ ഒരുമിച്ചൊന്നും ഇവിടുന്ന് പറന്നുയർന്നു പോകുന്നില്ല. ചിലർ വിടപ്പെടും. കൈവിടപ്പെടുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. കൈവിടപ്പെട്ടു പോകരുത് കേട്ടോ. ഉടരബ ശന്തന റബാധൽഗനാദിയ. യൂത ആപ്ലിക്കേഷൻ വെച്ച് കയറി വന്നൊന്നും അല്ലല്ലോ. ഞാൻ നിങ്ങളുടെ ടീമിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ആപ്ലിക്കേഷൻ വെച്ചൊന്നും വന്നതല്ല. വിളിച്ചത് കർത്താവാണ്. പേര് ചൊല്ലി വിളിച്ചത് കർത്താവാണെങ്കിൽ അതേ കർത്താവ് തന്നെയാണ് പിടിച്ചിറക്കി വിട്ടതും. വിളിച്ചു ചേർത്തവന് ഇറക്കി വിടാനും അധികാരമുണ്ട്. സഹോദരം, നമുക്ക് പഴയ നിയമവും കൊണ്ടുകൂടെ ഒന്ന് ബന്ധിപ്പിക്കണമല്ലോ, ഒന്ന് പറഞ്ഞുവിടാം. ഇസ്രായേലിന്റെ ചരിത്രത്തിലേക്ക് വരാം. ഇസ്രായേലിന്റെ ചരിത്രം, മിസ്രൈമിൽ കരുണ വെളിപ്പെട്ടു. അടിമ വീട്ടിൽ കരുണ വെളിപ്പെട്ടു. ഈ രാത്രി ഞാൻ മിസ്രൈമിൽ ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. മിസ്രൈമിൽ കരുണ. എന്നാൽ മരുഭൂമിയിലോ വിളിച്ച് വേർതിരിച്ച് ചെങ്കടൽ കടത്തി അക്കരെ കയറ്റിയപ്പോൾ അവിടെ നീരസം. സഹോദരം, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഒറ്റ ഭാഗം മാത്രമാണ് ഞാൻ ഇന്ന് രാത്രി പ്രധാനപ്പെട്ട ഒരു വഴിയിലേക്ക് വയ്ക്കുന്നത്. ചെങ്കടൽ തുറന്നു, പാറ പിളർന്നു എന്ന് പറഞ്ഞ് ആവേശം കൊള്ളരുത്. നമ്മളത് വലിയൊരു പാരമ്പര്യമായി കൊണ്ടു നടക്കാറുണ്ട്. ചെങ്കടൽ പിളർന്ന ദൈവം ഓരോന്നിനോട് ഓർമ്മപ്പെടുത്താം, ഓരോരുത്തരോട് ഓർമ്മപ്പെടുത്തണം. ചെങ്കടൽ പിളർക്കാൻ മാത്രമല്ല, കടല് പിളർക്കാൻ മാത്രമല്ല കേട്ടോ, പാറ പിളർക്കാൻ മാത്രമല്ല കേട്ടോ, നിലനിൽക്കാത്തവനെ ഭൂമിയും കൂടെ പിളർന്ന് അതിനകത്തോട്ട് കൂട്ടിയിടാൻ ദൈവത്തിന് അധികാരമുണ്ട്. സഹോദരം, ഹല്ലേലൂയ. നമ്മള് സൂമിന് പരിമിതി ഉണ്ടെങ്കിലും നമ്മളായിട്ട് ഒരു പരിമിതി വെക്കാതെ, വചനം മനസ്സിലായ ഒരു വാതുറന്ന് സ്വത്രം പറഞ്ഞ് മനുഷ്യനെ കേൾപ്പിക്കാൻ ദൈവം അത് കാണട്ടെ. വചനത്തോട് പ്രതികരിക്കുന്നു എന്ന് ഞങ്ങൾക്കും കൂടെ ഒരു തോന്നലുണ്ടാകണോ? ആമേൻ. ഹല്ലേലൂയ. നിലനിന്നാൽ ദയ അനുഭവിക്കാം. ചിലർക്കുള്ള മുന്നറിയിപ്പാണ്, നിലനിന്നാൽ. അസാധാരണമായ അത്ഭുതങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ദൈവത്തിന്റെ ഖണ്ഡിതത്തിലേക്കല്ല നീങ്ങേണ്ടെന്നേ, അവന്റെ ദയ തുടരണം. അസാധാരണമായ വിടുതലുകൾ അനുഭവിച്ചിട്ട്, പിറുപിറുപ്പ് കിടന്നിട്ടും മത്സരം കിടന്നിട്ടും ചില ആവശ്യങ്ങളെ ഒന്നും മുടക്കാതെ മേൽത്തരമായി നടത്തിയത് ദൈവം മണ്ടനായോണ്ടൊന്നുമല്ല.
ഇന്നലെ പറഞ്ഞില്ലേ, ചില അത്ഭുതങ്ങൾ അവൻ ചെയ്യുന്നത് നമ്മുടെ മാനസാന്തരത്തിനാണ്. മാനസാന്തരം. ചിലത് കൃത്യമായ മാനസാന്തരങ്ങൾ നടക്കുന്നില്ലെങ്കിൽ, മിസ്രൈമിൽ ഇറങ്ങി വന്ന കർത്താവ് മരുഭൂമി വിട്ടുനിന്നല്ലോ. മിസ്രൈമി ഇറങ്ങി വന്ന കർത്താവ്, മിസ്രൈമി കരുണ, മരുഭൂമി നീരസം. മിസ്രൈമിൽ ഇറങ്ങി വന്ന കർത്താവ് മരുഭൂമി വിട്ടു നിൽക്കുകയാണ്. മരുഭൂമി വിട്ടു നിൽക്കുകയാണ്. വാസ്തവത്തിൽ അവരുടെ വിശ്വാസയാത്ര എന്നൊക്കെ നമുക്ക് വർണ്ണിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഭാഗം ആമേൻ മരുഭൂമിയാണ്. ഒരു സഭ എന്ന അർത്ഥത്തിലൊക്കെ അതിനെ വിശദീകരിക്കാനും ഉദാഹരണമാക്കാനും ഒക്കെ ഉള്ളത്. പക്ഷെ അവിടെ ദൈവം പറഞ്ഞു, ഈ രാത്രി ഇറങ്ങി വരാന്ന് പറഞ്ഞ കർത്താവ് മരുഭൂമിയും പറയാ, ഇനി ഞാൻ നിങ്ങളുടെ നടക്കുകയില്ല. അവിടെ എന്തുണ്ട്? അവരുടെ ഇടയിൽ എന്തൊക്കെയുണ്ട്? അവരുടെ മന്നയുണ്ട്, ഇറച്ചിയുണ്ട്, അത്ഭുതമുണ്ട്. ഇന്നലെ പറഞ്ഞ പോലെ വാട്ട് എ വണ്ടർഫുൾ മിറക്കിൾ എന്ന് പറയാവുന്ന സകല ഐറ്റം ഉണ്ട്. ഒന്നിനും മുടക്കില്ല, ഒന്നിനും കുറവില്ല. എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ അവയാൽ പണിയപ്പെട്ടില്ല എന്നുള്ളത് വലിയ വേദനയാണ്. ഒരു ചുരുങ്ങിയ സമൂഹമാണ് കൃത്യതയിലേക്ക് യാത്ര ചെയ്യുന്നത്. സ്വതന്ത്രം. ഒരു കൂട്ടത്തെ മുഴുവനും ദൈവം തന്റെ ഖണ്ഡിതത്തിലേക്ക് മാറ്റുകയാണ്. സ്വതന്ത്രം. ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്ത ദൈവമാണ്. പക്ഷെ അവനെ ദുരാത്മാവിന് വിട്ടുകൊടുത്തതും ദൈവം തന്നെയാണ്. ഒറ്റ വാക്കേ ഉള്ളൂ, നെകളിക്കരുത്. ദൈവം നൽകുന്ന ദാനങ്ങളിൽ നെകളിക്കരുത്. വീഞ്ഞുണ്ടാക്കിയവന് വീഞ്ഞ് തുടരാനൊന്നും അനുവാദമില്ല. ആ ദൈവത്തിന് തുടരണമെന്നുള്ള മനസ്സൊന്നുമല്ല. വീഞ്ഞുണ്ടാക്കിയവന് ചാട്ടയുണ്ടാക്കാനും അറിയാം. അത്ഭുതം ചെയ്തവന് അടിക്കാനും അധികാരമുണ്ട്. എബ്രായ ലേഖനത്തിൽ 12 അവസാന വാക്യത്തിൽ പറയുന്നുണ്ടോ, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ദൈവത്തിന്റെ യഥാർത്ഥ ഗുണം, ദൈവത്തിന്റെ യഥാർത്ഥ അധികാരം മറന്നുള്ള ഒരു പരിപാടിയും അത് വിജയകരമാകില്ല. നിങ്ങൾ ആ കാനാവിലെ കല്യാണ വീട്ടിൽ അവിടെ മഹത്വം വെളിപ്പെടുത്തി വെള്ളം വീഞ്ഞാക്കിയതിൽ മാത്രം ആവേശം കൊള്ളുകയല്ല വേണ്ടുന്നത്. വീഞ്ഞാക്കിയവന് ചാട്ടയുണ്ടാക്കാനും അധികാരമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. നിങ്ങൾ നോക്കൂ, അരിശത്തോടെ കോപം പൂണ്ടവനായി ആമേൻ കൈകൾ വിറയ്ക്കുന്നുണ്ട്, കയറുകൊണ്ട് ചാട്ടയുണ്ടാക്കുന്നുണ്ട്, താൻ അവിടെ ആമേൻ ശുദ്ധീകരണം നടത്തുന്നുണ്ട്. ഒരു കാര്യം പറയാം, ആത്മീയ സമ്പ്രദായങ്ങളെ മുഴുവനും, ആരാധനയെയും വിശുദ്ധിയെയും അല്ലെങ്കിൽ ആരാധന സമ്പ്രദായങ്ങളെയും ആലയങ്ങളെയും ദൈവസന്നിധി ആമേൻ ദൈവജനം കൂടി വരുന്ന സംവിധാനങ്ങളെയും ആമേൻ ദൈവികമായ മാർഗങ്ങളെയും ഒക്കെ ബിസിനസ്സാക്കി കച്ചവടച്ചരക്കാക്കി മാറ്റി അവരവരുടെ ലാഭത്തിനു വേണ്ടി ലാഭവിഹിതം കൊയ്യുന്ന സകലതിന്റെയും മേശതയും മറിച്ചു കളയും. പല വമ്പന്മാരുടെ മേശതയും മറിച്ചു കളയും. ശോദ്രം. പല ഉന്നതന്മാരെയും മറിച്ചു കളയും. ശോദ്രം. കർത്താവിന് ഇതിനകത്തെ കച്ചവടങ്ങളൊന്നും ദൈവം സഹിക്കത്തില്ല കേട്ടോ. ദൂരെ നോക്കുമ്പോൾ ആമേൻ നമ്മൾ ഇപ്പൊ ഇതിവിടെ മന്ദിരം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ദൂരെ നോക്കുമ്പോൾ വിശ്വാസി അടുത്തൊരു മണിക്കൂർ 1 മണിക്കൂർ സഹകരിക്കുമ്പോഴറിയാം തനി സ്വഭാവം എന്താണെന്ന്. ഒരു രാത്രി കൂടെ യാത്ര ചെയ്യുമ്പോഴറിയാം നമ്മൾ എന്താണെന്ന്. ദൈവമക്കളെ, ഇരുതോണിയിൽ കാലുവെക്കുന്ന 2 സ്വഭാവങ്ങൾ വെളിവാക്കുന്ന ജീവിതമൊന്നും കർത്താവ് പൊറുക്കുകയില്ല കേട്ടോ. നമുക്കൊന്ന് മാനസാന്തരപ്പെടാം. കബർന്നഹൂമിനോട് പറഞ്ഞു, നീ സ്വർഗത്തോളം ഉയർന്നിരിക്കുക. അത്ഭുതങ്ങൾ കണ്ട്, അടയാളങ്ങൾ കണ്ട്, ദയ കണ്ട്, പേരിലും പെരുമയിലും പ്രശസ്തിയിലും നീ സ്വർഗത്തോളം ഉയർത്തപ്പെട്ടെന്നിരിക്കുക. പക്ഷെ നീ താണുപോകും. നീ പാതാളത്തോളം താണുപോകും. ചരിത്രങ്ങൾ മാറി, കാലങ്ങൾ മാറി. കബർന്നഹൂം ഇന്നൊരു മ്യൂസിയമായി മാറി. സോദരം, പ്രയോജനമൊന്നുമില്ല. കാണാൻ വെച്ചേക്കുക. പഴയ ചരിത്രം എഴുതിയേക്കുന്ന, പഴയ ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു മ്യൂസിയമായി കബർന്നഹൂം മാറി. സോദരം, പ്രയോജനമൊന്നുമില്ല. പാതാളമെന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകുന്നവരെ, പാപം ചെയ്തവരെ മാറ്റിപ്പാർപ്പിക്കുന്ന ഇടമല്ലേ. പോകാൻ നരകവിധിക്കായി മാറ്റിയിട്ടേക്കുന്ന ഇടമാ പാതാളം. നരകത്തിന്റെ സെയിം എഫക്റ്റ് ഉള്ള ഇടമാ പാതാളം. അവിടേക്ക് മാറ്റിയിട്ടുന്നു. നീ സ്വർഗത്തോളം ഉയർന്നിരുന്ന് ദൈവ നന്മ അനുഭവിച്ചിട്ട് മാനസാന്തരപ്പെടാത്ത നിന്നെ സ്വർഗ സംവിധാനത്തിൽ
സ്വർഗീയ പദവികളിൽ തുടരാൻ അനുവദിക്കത്തില്ല. താഴെ ഇറക്കും, താഴെ ഇറക്കും, താഴെ ഇറക്കും. ഹല്ലേലൂയ. നമ്മൾ ഒരു കാര്യം പറയാം, ദൈവമക്കളെ, നമ്മൾ കൊടുക്കുന്ന ദാനങ്ങളിൽ, നമ്മൾ കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ, നമ്മൾ കൊടുക്കുന്ന നന്മകളിൽ, നമ്മൾ കൊടുക്കുന്ന നമ്മൾ അവതരിപ്പിക്കും, നമ്മൾ കൊടുക്കുന്ന സ്വോത്ര കാഴ്ചയുടെ കനത്തിലൊന്നും അല്ല ദൈവരാജ്യം പച്ച പിടിച്ചു പോകുന്നേ. എന്റെയോ നിങ്ങളുടെയോ സപ്പോർട്ട് ദൈവത്തിന് വേണ്ട. സഭയിൽ എന്തെങ്കിലും മേൽത്തരമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഈ മണ്ണിൽ നിങ്ങൾക്കത് മടക്കി തരും. പക്ഷേ നമ്മുടെ സ്വഭാവങ്ങൾക്ക് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തതൊന്നും തീർന്നരാമേ പറഞ്ഞു. ഇതൊക്കെ വാസ്തവത്തിൽ ഈ കച്ചവടങ്ങളൊക്കെ, ഈ കാളയും അല്ലെങ്കിൽ ഈ കുരുകിലും ഈ പ്രാവും, ഇതൊക്കെ ആലയത്തിന്റെ പുറത്തല്ല, ഈ ബൗണ്ടറിക്ക് പുറത്തായിരുന്നു. കാലം മാറിക്കഴിഞ്ഞപ്പോ ഇതെല്ലാം ഇന്ന് അകത്ത് കയറി. സ്വത്രം. ലാഭമനോഭാവത്തോടെ കർത്താവിനെ സേവിക്കരുത് കേട്ടോ. 10 കൊടുത്താൽ 100 കിട്ടും. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, സ്വത്രം, ദശാംശം. ചില ജീവിത ശരിയല്ലെങ്കിലും ദശാംശം ഒന്നും മുടക്കത്തില്ല. കാരണം അവർക്കറിയാം ഞാനിപ്പം ദശാംശം മുടക്കിയ ദൈവം ശമ്പളത്തെ പിടിക്കുന്നൊരു പേടിയൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. എല്ലാവരുടെയും മുഖമൊക്കെ ഒന്ന് സന്തോഷമാകട്ടെ. ആമേൻ. ഓരോ വിടുതൽ ഏറ്റെടുക്കുമ്പോൾ ആ വിടുതലിൽ സന്തോഷിക്കുമ്പോൾ തന്നെ പേടിക്കുകയും കൂടെ വേണം കേട്ടോ. അത്ഭുതങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അടിച്ച് താഴെയിടും. അതിന് മുഖം നോക്കും. ദൈവത്തിന് മുഖവശമില്ല കേട്ടോ. ദൈവത്തിന് മുഖവശമില്ല. ആ വാക്ക് ആവർത്തിച്ച് പറയാം. നിഗളിക്കുന്നില്ല. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. സ്വത്രം. അല്പം കൂടെ കടന്ന ഭാഷാ പ്രയോഗങ്ങളാണ് ഈ ഭാഗങ്ങളിലൊക്കെ. എന്നാൽ സ്വത്രം അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് രാത്രി ഒറ്റ കാര്യം പറയാം. ദൈവം നൽകുന്ന ദാനങ്ങളിൽ നിഗളിക്കരുത്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. വിടുവിക്കുന്ന ദൈവത്തിന് വിധിക്കാനും അധികാരമുണ്ട്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഷാമാന റബാഥൽമന അഠരകൾ ഖനാധര ശന്തര ജൽമന. കർത്താവിന്റെ വരവ് ഏറ്റവും ആസനം. നമുക്കെല്ലാം മാറ്റിവെക്കാം. അവന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. എല്ലാവരും വായികൾ തുറന്ന് ഒരു രൂപാന്തരത്തിനായി ഒന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എല്ലാവരും ആ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവൻ പരമാധികാരമുള്ള ദൈവമാണ്. ദൈവത്തിന്റെ ദയ അനുഭവിച്ച് ഈ പ്രവാസകാലം നമുക്ക് ഭക്തിയോടെ ജീവിതത്തെ തികയ്ക്കാം, വിശുദ്ധിയെ തികയ്ക്കാം. പുറമോടിയിലല്ല, അകത്ത് രൂപാന്തരങ്ങൾ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി സമർപ്പിക്കുക. ആ ഭാഗം നിങ്ങൾ മറന്നു പോകരുത്. കൃപ തോന്നി എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ആവേശം കൊള്ളരുത്. ദാനം തന്നവൻ അടിക്കാനും അധികാരമുണ്ട്, നമ്മളെ ഇറക്കി വിടാനും അധികാരമുണ്ട്. മറന്നു പോകരുത്. നമ്മളെ സമർപ്പിക്കുക. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ശബര റബദനാദിയാരബ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീട. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീട. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. ഓ യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങീട. രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങീട. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. ഓ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം.
പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. ഓ ബുദ്ധിമാന്മാർ പലർ വീണിടും, ദൈവശക്തി ത്യജിച്ചവരോടിടുമേ. ഓ ബുദ്ധിമാന്മാർ പലർ വീണിടും, ദൈവശക്തി ത്യജിച്ചവരോടിടുമേ. ലോകമോഹങ്ങൾക്കധീരരായി തീരുന്നതാം ഒരുങ്ങീടാം, ലോകമോഹങ്ങൾക്കധീരരായി തീരുന്ന ഒരുങ്ങീടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി ഹല്ലേലൂയ. താമസമേറെയില്ല. ഓ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. ഓ മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ വരവേറ്റമടുത്തുപോയി. ഓ മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ വരവേറ്റമടുത്തുപോയി. മണിയറയിൽ പോയി നാം ആശ്വസിക്കാൻ ഒരുങ്ങീടാം, മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങീടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. ഓ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടാം, തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടാം. വിശുദ്ധിയെ നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. ഓ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല.